കരുണ തൻ ദൈവമേ ആശ്രയം നീയേ, കരുണ തൻ ദൈവമേ സൗഖ്യവും നീയേ, കരുണ തൻ ദൈവമേ ആശ്വാസം നീയേ, കരുണ തൻ ദൈവമേ വിടുതലും നീയേ, കരുണ തൻ ദൈവമേ ആശ്രയം നീയേ, കരുണ തൻ ദൈവമേ സൗഖ്യവും നീയേ, കരുണ തൻ ദൈവമേ ആശ്വാസം നീയേ, കരുണ തൻ ദൈവമേ വിടുതലും നീയേ. ആരാധന ആരാധന പരമകാരുണ്യമേ, ആരാധന ആരാധന അത്യുന്നതനേ, ആരാധന ആരാധന പരമകാരുണ്യമേ, ആരാധന ആരാധന അത്യുന്നതനേ. കരുണ തൻ ദൈവമേ സ്നേഹവും നീയേ, കരുണ തൻ ദൈവമേ ആനന്ദവും നീയേ, കരുണ തൻ ദൈവമേ ശാന്തതയും നീയേ, കരുണ തൻ ദൈവമേ പ്രത്യാശയും നീയേ, കരുണ തൻ ദൈവമേ സ്നേഹവും നീയേ, കരുണ തൻ ദൈവമേ ആനന്ദവും നീയേ, കരുണ തൻ ദൈവമേ ശാന്തതയും നീയേ, കരുണ തൻ ദൈവമേ പ്രത്യാശയും നീയേ. ആരാധന ആരാധന പരമകാരുണ്യമേ, ആരാധന ആരാധന അത്യുന്നതനേ, ആരാധന ആരാധന പരമകാരുണ്യമേ, ആരാധന ആരാധന അത്യുന്നതനേ. കരുണ തൻ ദൈവമേ മാർഗവും നീയേ, കരുണ തൻ ദൈവമേ സത്യവും നീയേ, കരുണ തൻ ദൈവമേ ജീവനും നീയേ, കരുണ തൻ ദൈവമേ രക്ഷയും നീയേ, കരുണ തൻ ദൈവമേ മാർഗവും നീയേ, കരുണ തൻ ദൈവമേ സത്യവും നീയേ, കരുണ തൻ ദൈവമേ ജീവനും നീയേ, കരുണ തൻ ദൈവമേ രക്ഷയും നീയേ. ആരാധന ആരാധന പരമകാരുണ്യമേ, ആരാധന ആരാധന അത്യുന്നതനേ. പോകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ. ദൈവത്തിന്റെ അർഹമായ കരുണ സകല മനുഷ്യർക്കും ആവശ്യമായ ഒരു പ്രത്യേക കാലഘട്ടം. ഈശോ വിശുദ്ധ പൗലോസിനോട് പറഞ്ഞു, ഞാൻ കരുണയുടെ രാജാവാണ്, എന്റെ കരുണ ലോകം മുഴുവൻ പ്രഘോഷിക്കണം, എന്റെ കരുണയെ ആരാധിക്കണം. ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത്. നിന്റെ പാപം എത്ര വലുതാണെങ്കിലും അതിനേക്കാളും വലുതാണ് എന്റെ കരുണ. എന്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനും അത്രേ. വീണ്ടും പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അരികിൽ
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപിയെ തേടിയ. അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ അനന്തമായ കരുണയിലേക്ക് നമ്മുടെ ഈ നാടിനെയും ദേശത്തെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ വ്യാപാരികളെയും തൊഴിൽ മേഖലകളെയും അതുപോലെ